എന്തുകൊണ്ട് അവൻ ഭരിക്കേണ്ടി വന്നെന്നറിയാമോ? അവൻ ആരാകുന്നു? ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 6000 വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്ന ഒരു വിഷയം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. അതേ ലോകത്തിലെ മനുഷ്യനുണ്ടായിട്ട് 6000 വർഷം, ആദ്യത്തെ 4000 വർഷം ഒരുവൻ കടന്നു വന്ന് നമുക്ക് വേണ്ടി ഭരിക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിച്ചു പോന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജാതിയെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാര ബലിയായിട്ട് കാൽവരി ക്രൂശിൽ അറക്കപ്പെട്ടു. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സർവ്വഭൂമിയിലും പ്രസംഗിക്കുന്നു, യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, നിന്റെ പാപപരിഹാര ബലിക്കായിട്ട് അവൻ മരിച്ചിരിക്കുന്നു. ആവട്ടെ, എന്തുകൊണ്ട് ആ ബലിക്ക് ഇത്ര മഹത്വം? 6000 വർഷങ്ങളായിട്ട് ഒരുവന്റെ മരണത്തെ പ്രസംഗിക്കുന്നുവെങ്കിൽ ആ മരണം എത്രയോ ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ നേതാക്കന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും തത്വജ്ഞാനികളും സാഹിത്യകാരന്മാരും ആ അലക്സാണ്ടറെ പോലുള്ള ചക്രവർത്തിമാരും വന്നു, മരിച്ചു, അടക്കപ്പെട്ടു. അവരെല്ലാം പുഴുവരിച്ച് ദ്രവിച്ച് മണ്ണോട് ചേർന്നെങ്കിൽ ഇതാ ഒരുവൻ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നവൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ കഴിയുന്നുള്ളവൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചട്ടെ, പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ ദേശത്ത് നല്ലവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കും, നല്ലവരായിരിക്കും നാട്ടുകാരെ. പക്ഷെ ഞാനിത് പ്രസംഗിക്കത്തില്ല. കാരണം എന്താണ്? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി എത്രയോ ലോകത്തിലേക്ക് വന്നത്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. പാപികളെ തേടി വന്ന രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം? ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി എത്രയോ ലോകത്തിലേക്ക് വന്നത്.